സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 50-ാം വാക്യം. അപ്പോൾ ലാബാനും ബെഥൂവേലും ഈ കാര്യം യഹോവയാൽ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ഈ കാര്യം യഹോവയാൽ വരുന്നു. ലളിതമായൊരു വാക്യമാണിത്. ഈ കാര്യം യഹോവയാൽ വരുന്നു. ഇത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ് എന്ന്, ഇത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം സംഭവിക്കുന്നതാണ് എന്ന്, ദൈവത്തിൻ്റെ ആലോചനയാണ് ഇതിന് പിന്നിലെന്ന്, ദൈവത്തിൻ്റെ ക്ലിയർ ഗൈഡൻസ് ഈ കാര്യത്തിലുണ്ട് എന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ തിരിഹിതപ്രകാരം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ലാബാന് മനസ്സിലായി. ലാബാൻ്റെ അപ്പനായ ബെഥൂവേലിന് മനസ്സിലായി. കാര്യം എന്താണ്? ലാബാൻ്റെ സഹോദരിയായ റിബേക്കയെ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു മണവാട്ടിയായി ഒരുക്കുന്നതിന് വേണ്ടി ഏലിയാസാർ വന്നിരിക്കുകയാണ്. അങ്ങ് ദൂരെ കനാനിൽ നിന്ന് ഹാരാനിലേക്ക് വന്നിരിക്കുകയാണ്. ഹാരാനിൽ വന്ന് റിബേക്കായെ കണ്ടു. അബ്രഹാമിൻ്റെ ദാസനായ ഏലിയാസാർ റിബേക്കായെ കണ്ടു. റിബേക്കയെ അരികത്തെ വിളിച്ച് അവളോട് സംസാരിക്കുമ്പോഴെല്ലാം ഈ ഏലിയാസാർ പ്രാർത്ഥനാപൂർവമാണ് സംസാരിക്കുന്നത്. ഉറ്റുനോക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നിരീക്ഷിക്കുന്നുണ്ട്. ഓരോ ചുവടുവെപ്പിലും ഓരോ ചലനത്തിലും ദൈവഹിതം എന്താണ്, ദൈവം എന്താണ് കാണുന്നത്, ദൈവം എന്താണ് ഇതിൽ നിന്ന് എനിക്ക് നടത്തിപ്പ് തരുന്നത്. ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ ഹിതം അറിയണം. ദൈവഹിതപ്രകാരമല്ലാതെ ഒരു ചുവട് വയ്ക്കരുത്. ദാസന് നിർബന്ധമുണ്ട്. ദൈവഹിതപ്രകാരമാണ് ഓരോ ചലനവും നിയന്ത്രിക്കുന്നതെങ്കിൽ പേടിക്കാനില്ല, ഭയപ്പെടാനില്ല, ഒന്നും ആശങ്കപ്പെടാനില്ല. ദൈവത്തിൻ്റെ കരം ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെയൊന്നും പേടിക്കാനില്ല. ദൈവഹിതപ്രകാരം വേണം ഓരോ ചലനവുമെന്ന് ഏലിയാസാറിന് നിർബന്ധമുണ്ട്. ഏലിയാസാർ അങ്ങ് അബ്രഹാം പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ 600-ലേറെ നാഴിക സഞ്ചരിച്ച് ഈ ഹാരാനിൽ എത്തുന്നതുവരെയും 10 ഒട്ടകങ്ങൾ, പല യാത്രക്കോപ്പുകൾ എല്ലാമായി പുറപ്പെട്ട് പോരുമ്പോഴൊക്കെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ഏകജാതനായ മകനൊരു മണവാട്ടിയെ കരുതണം. അതാണ് അബ്രഹാമിൻ്റെ ദാസനായ ഏലിയാസാറിൻ്റെ പ്രാർത്ഥന. യാത്ര പോകുന്നുണ്ട്, പക്ഷേ യാത്രയിലെ മറ്റ് കാര്യങ്ങളോ, പ്രകൃതിയിലെ ദൃശ്യങ്ങളോ, മരുഭൂമിയുടെ ക്ലേശങ്ങളോ ഒന്നും ഏലിയാസാറിനെ തൊടുന്നില്ല, ഒന്നും ഏലിയാസാറിനെ ബാധിക്കുന്നില്ല. ഒരേ ഒരു ഗതമാണ്, ഒരേ ഒരു ചിന്തയാണ്. എനിക്ക് എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിന് ഒരു കന്യകയെ കണ്ടെത്തണം. വന്നു. സംഭവങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണല്ലോ. പ്രിയപ്പെട്ടവരെ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് റിബേക്കയുടെ സഹോദരനായ ലാബാൻ വന്ന് ഏലിയാസാറിനോട് പറഞ്ഞത്. നീ എന്തിനാണ് പുറത്തു നിൽക്കുന്നത്, അകത്തേക്ക് വരിക വിളിച്ചു. നാം വായിക്കുന്നത് അത് 24-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യമാണ്. ഞാൻ വന്ന കാര്യം അറിയിക്കും മുൻപേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഏലിയാസാർ ഒരു അതിഥിയാണ്, ഒരു വിരുന്നുകാരനാണ്. ഒരു വിരുന്നുകാരനായി അങ്ങ് ദൂരെ നിന്നൊരാൾ വന്നിരിക്കുന്നു. കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ആകെ ഒന്ന് മാത്രമേ അറിയാവൂ, ഈ അതിഥി വന്നതിന് ശേഷം എൻ്റെ സഹോദരിക്ക് ഒരു മാറ്റമുണ്ട്. അവളുടെ കയ്യിൽ 2 പൊൻവിളയുണ്ട്, അവൾക്ക് ഒരു മൂക്കുത്തിയുണ്ട്, അവളുടെ മുഖത്തും ചലനത്തിലുമെല്ലാം ഒരു പ്രസാദാത്മകത്വമുണ്ട്, ഒരു പ്രത്യേക സന്തോഷം, ഒരു പ്രത്യേക ശാന്തി, ഏതോ ഒന്ന് കിട്ടിയതുപോലുള്ളൊരു അനുഭവം അവളുടെ മുഖത്ത് പ്രതിബിംബിക്കുന്നുണ്ട്. ലാബാൻ അത്രയേ അറിയാവൂ.
ഏതായാലും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ലാബാൻ ഏലിയാസാറിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഏലിയാസാർ വന്നു. വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വന്ന കാര്യം അറിയിക്കും മുൻപേ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് ഏലിയാസാർ പറഞ്ഞു. പറയാൻ കാരണം, അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ച് ഒട്ടകങ്ങൾക്ക് വയ്ക്കുവാനും തീനും അവനും കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു. അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു. ഭക്ഷണം കഴിക്കാം, വന്ന് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയുകയാണ്, വന്ന കാര്യം പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. ഞാനൊരു ഉന്നതമായ ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്ന ദൗത്യം വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിന് ഒരു കന്യകയെ തേടുവാനാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതിൻ്റെ ഗതി എന്താണെന്നും പരിസമാപ്തി എന്താണെന്നും വ്യക്തമായൊരു ചിത്രം കിട്ടാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. ദൈവത്തിന് സ്തുതി. സഹോദരങ്ങളെ, എലിയാസാറിൻ്റെ കാര്യത്തോടുള്ളതായ ആത്മാർത്ഥതയും ഗൗരവബോധവും ചുമതലാബോധവും എല്ലാം നാം അതിൽ കാണുകയാണ്. എലിയാസാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പറഞ്ഞാലും പറയൂ, എന്താണ് വിശേഷം, എന്താണ് വന്ന കാര്യം ചോദിച്ചു. ഉടനെ പിന്നെ നീണ്ടൊരു സാക്ഷ്യമാണ് പറയുന്നത്. ഏലിയാസാറിൻ്റെ ഒരു സാക്ഷ്യം. ഞാൻ എന്തിനാണ് വന്നത്, എന്നെ ആരാണ് അയച്ചത്, എൻ്റെ ദൗത്യം എന്താണ്, എൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്, എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൻ്റെ ഗൗരവം എന്താണ്, ആരുടെ ചൊല്ല് കേട്ടാണ് ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഏലിയാസാർ സുദീർഘമായി പറയുകയാണ്. പറഞ്ഞതിൽ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, ഞാൻ ദൈവത്തോട് ആലോചന ചോദിച്ചു, ദൈവഹിതപ്രകാരം മാത്രമേ ഞാൻ നീങ്ങുന്നുള്ളൂ എന്നുള്ള ഹൃദയത്തിൻ്റെ അഗാധതയിലുള്ളതായ തീരുമാനത്തിൻ്റെ ശക്തി അത് ആ വാക്കുകളിൽ നിങ്ങൾ നിഴലിക്കുകയാണ്. നാം വായിച്ചു വരുമ്പോൾ എല്ലാം പറഞ്ഞ് തീരുന്ന സമയത്ത് എലിയാസാർ പറയുകയാണ്, ഞാൻ അവളുടെ മൂക്കിന് മൂക്കുത്തിയും കൈകൾക്ക് വളയും ഇട്ടു. ഞാൻ കുനിഞ്ഞ് യഹോവയെ നമസ്കരിച്ചു. എൻ്റെ യജമാനൻ്റെ സഹോദരൻ്റെ മകളെ അവൻ്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാനൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവയെ ഞാൻ വാഴ്ത്തി. എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നു, നേർനിലത്തിൽ എന്നെ നടത്തി, നേർവഴിക്ക് എന്നെ കൊണ്ടുവന്നു. അങ്ങ് ദൂരെ നിന്ന് മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ യാത്ര ചെയ്ത് പുറപ്പെടുന്നത് പോലെ ഈ നിമിഷം വരെയും എന്നെ ചൊവ്വായ വഴിയിൽ നടത്തിക്കൊണ്ടുവന്നു. ഒരു ഡിവൈൻ ഗൈഡൻസ് എനിക്ക് തന്നു. എനിക്കൊരു സ്വർഗീയമായ നടത്തിപ്പ് തന്നു. നേർവഴിക്ക് എന്നെ നടത്തി. അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിക്കാൻ എനിക്ക് ഇടയായില്ല. വഴി തെറ്റേണ്ടി വന്നില്ല. ആരോടും എനിക്ക് ആലോചന ചോദിക്കേണ്ടി വന്നില്ല. അദൃശ്യകരമെന്നെ നടത്തിക്കൊണ്ട് വന്നു. അത്ഭുതകരമെന്നെ നയിച്ചുകൊണ്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഈ കാര്യം യഹോവയാൽ വരുന്നു. പെൺകുട്ടിയുടെ അപ്പനായ ബെഥുവേലും പറഞ്ഞു, സഹോദരനായ ലാബാനും പറഞ്ഞു. അവർ പരസ്പരം പറയുകയാണ്, ഇതൊരു ദൈവനിശ്ചയപ്രകാരം വരുന്നൊരു കാര്യമാണ്. ഈ വിവാഹാലോചന ദൈവനിശ്ചയപ്രകാരം വരുന്നതാണ്. ഈ കാര്യം യഹോവയാൽ വരുന്നു. ഞാൻ ഇത് ആദ്യം വായിച്ച സമയത്ത് മാനസാന്തരപ്പെട്ടതിന് ശേഷം ഈ വാക്യം ഞാൻ അടിയിൽ വരച്ചു വെച്ചു. ഈ കാര്യം യഹോവയാൽ വരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ നല്ലതുപോലെ തൊട്ടൊരു വാക്യമാണത്. ഇതിൽ വേറെയും ഉണ്ട് ഇതുപോലെ തൊട്ട വാക്യങ്ങൾ. ഈ 24-ാം അധ്യായത്തിൽ നിങ്ങളും വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കാര്യമായി സ്പർശിക്കുന്ന വാക്യങ്ങൾ ഒന്ന് അടിയിൽ വരയ്ക്കുന്നത് നല്ലതാണ്. ഈ കാര്യം യഹോവയാൽ വരുന്നു. എന്താണ് കാര്യം? ഈ വിവാഹാലോചന. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലർക്കും ഈ ദൈവ നടത്തിപ്പ് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഏത് വിഷയത്തിനാണ് ഇനി പഠിക്കാൻ പോകേണ്ടത്, ഞാൻ എവിടെയാണ് പഠിക്കാൻ പോകേണ്ടത്, എനിക്ക് എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് തൊഴിലാണ് എടുക്കേണ്ടത്, ഞാൻ ഏത് ഹോസ്പിറ്റലാണ് പോകേണ്ടത്, ഞാൻ ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, എനിക്കൊരു നടത്തിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ വീട് വയ്ക്കണമോ, വീട് വയ്ക്കണമെങ്കിൽ അത് എവിടെയാണ് വയ്ക്കേണ്ടത്,
ഈ വിവാഹാലോചന നടക്കണമോ? ഈ വിവാഹാലോചന നടക്കണമെങ്കിൽ അതിനെങ്ങനെയെല്ലാമാണ് നീങ്ങേണ്ടത്? ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യങ്ങൾ വരും. ഓരോ ആവശ്യങ്ങളും വരുമ്പോൾ നാം ഒരു ദൈവം നടത്തി പറഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് തോന്നുന്നു ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. ദൈവം നടത്തിപ്പറിയാൻ പല മാർഗങ്ങൾ നമ്മൾ തേടാറുണ്ട് ദൈവം നടത്തിപ്പറിയാനായിട്ട്. ചിലർ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വേദപുസ്തകം എടുക്കും, വേദപുസ്തകം മറിച്ച് നോക്കും. വേദപുസ്തകം മറിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ആദ്യം കാണുന്ന ഭാഗം നോക്കും, അതല്ലെങ്കിൽ വേദപുസ്തകം മറിച്ച് കണ്ണടച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് തൊടും, അത് വായിക്കും. അതിൽ എന്തെങ്കിലും ഒരു നടത്തിപ്പ് കിട്ടുന്ന പോലെ തോന്നും. അതല്ലെങ്കിൽ മറിച്ചിട്ട് എവിടെയാണ് നോക്കുന്നത്, ഇന്ന ഭാഗത്തുനിന്ന് വിചാരിച്ചെല്ലാം നോക്കുന്നു, പക്ഷേ ആദ്യം കാണുന്ന ഭാഗം വായിക്കും, അതൊരു നടത്തിപ്പാണെന്നറിയും. ഇതിലെല്ലാം പല അബദ്ധങ്ങളും സംഭവിക്കാം, പല അനർത്ഥങ്ങളും സംഭവിക്കാം ഇങ്ങനെ നടത്തിപ്പ് നോക്കുന്നതിൽ. അതെല്ലാം മാനുഷികമായ ചില നോട്ടങ്ങളാണ്. ബൈബിളിലെ വാക്യങ്ങൾ ശരിയാണ്, പക്ഷേ അത് നാം വായിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി മാത്രമായിട്ട് എഴുതപ്പെട്ടതാണെന്ന് തെളിവില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിൾ മൊത്തത്തിൽ ലോഗോസാണ്, അത് എല്ലാവർക്കുമുള്ള പൊതുവായ വചനമാണ്. എന്നാൽ ദൈവം വ്യക്തിപരമായ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് റീമായാണ്. അത് വ്യക്തിപരമായി സംസാരിക്കുന്ന വചനമാണ്. ലോഗോസും വചനമാണ്, റീമായും വചനമാണ്. പക്ഷേ വ്യക്തിപരമായി ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതായ വാക്കുകൾ, ദൈവത്തിൻ്റെ വചനം, അത് ആ വ്യക്തിക്കുള്ളതായ സ്പെസിഫിക് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വ്യക്തമായ വാക്കുകളാണ്. അതാണ് റീമ എന്ന് പറയുന്നത്. പൊതുവായ വാക്കുകളുണ്ട്, പൊതുവായ വാക്കുകൾ. ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചു, ദൈവ നടത്തിപ്പാണ് എന്ന് വിചാരിച്ച് ഈ നദി കടക്കാൻ നോക്കിയ കാര്യം. 2 പെൺകുട്ടികൾ വിശ്വാസികളാണ്, നല്ല ഉറപ്പുള്ള വിശ്വാസികളാണ്. അവർ ഒരു പുഴയുടെ തീരത്തെത്തി, അക്കരെ കടന്നു പോകണം. കടത്തുവള്ളം പോയി കഴിഞ്ഞു. ഇനി എങ്ങനെ എപ്പുറം കിടക്കും? അവർ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ വചനമുണ്ടല്ലോ, മോശയുടെ കാലത്ത് മോശ പ്രാർത്ഥിച്ച് മോശയുടെ കൈ, വടി കൈയിൽ പിടിച്ചുകൊണ്ട് കൈ ചെങ്കടലിന് മീതെ നീട്ടി, വെള്ളം 2 വശത്തേക്ക് മാറി, അങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് യോശുവയുടെ കാലത്ത് യോർദാനിലെ വെള്ളം ഇങ്ങനെ ആർത്തിരമ്പി ഒഴുകുന്നു. യോശുവ പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുവീൻ. അവിടെ കൈയൊന്നും നീട്ടിയില്ല, വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിൽ കാൽ തൊട്ടപ്പോഴേക്കും വെള്ളം 2 വശത്തേക്കും പനമ്പ് പോലെ തീർത്ത് മാറി. ഇത് വചനമുണ്ടല്ലോ, നമുക്കിറങ്ങാം. കാലെടുത്ത് വെച്ചു, വെള്ളം മാറുന്നില്ല. ഇല്ല, മാറും. വീണ്ടും കുറച്ച് മുന്നോട്ട് പോയി, വെള്ളം മാറുന്നില്ല. മുട്ടോളമായി, വെള്ളം മാറുന്നില്ല. അരയോളമായി. നല്ല ധൈര്യമാണ്, നല്ല വിശ്വാസമാണ്, മാറും. വചനം അങ്ങനെയുണ്ടല്ലോ, വചനം അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ? അത് കേവലം ലോഗോസാണ്. അത് അന്ന് യോശുവയ്ക്ക് കൊടുത്ത വചനമാണത്, അന്ന് മോശയ്ക്ക് കൊടുത്ത വചനമാണത്. അന്ന് മോശയ്ക്കും അല്ലെങ്കിൽ യോശുവയ്ക്കും കൊടുത്തതായ വചനം അതേപടി ഇന്ന് ജീവിക്കുന്ന മറ്റൊരാൾക്കത് അതേപോലെ തന്നെ പ്രസക്തമാകണമെന്നില്ല. വചനം അത് ലോഗോസാണ്. ലോഗോസ് റീമ എന്താണ് എന്നും കണ്ടെത്തണം. എനിക്കുള്ള സ്പെസിഫിക് വേർഡ് ഓഫ് ഗോഡ്, എനിക്കുള്ള വ്യക്തിപരമായ കൃത്യമായ സുനിയതമായ നിഷ്കൃഷ്ടമായ വചനം എന്ത് എന്ന് ഞാൻ അറിയണം. അതിനെന്ത് ചെയ്യണം? ഞാൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ വേദപുസ്തകം മറിച്ച് നോക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് വേദപുസ്തകം മറിച്ച് നോക്കണ്ട എന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടൊരു ഗൈഡൻസ് കിട്ടുന്നത് അതിൽ ആശ്രയിച്ച് പോകരുത് എന്ന് ഉള്ളതിന് തെളിവായൊരു രസകരമായ സംഭവം കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അങ്ങനെ നടന്നതായിരിക്കണമെന്നില്ലായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഏതോ ഒരു കാര്യം ഒരാൾ വളരെ വിഷമിച്ചു, മനസ്സിങ്ങനെ വിഷമിച്ചു, എന്തു വേണം എന്നറിയാൻ വയ്യാതെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ച സമയത്ത് അദ്ദേഹം വേദപുസ്തകം എടുത്തു, വേദപുസ്തകം മറിച്ച് നോക്കി. വളരെ വിഷമിക്കുന്ന സമയമാണ്, അപ്പോൾ ഒരു നടത്തിപ്പ് കിട്ടാൻ വേണ്ടിയാണ് നോക്കുന്നത്. വേദപുസ്തകം മറിച്ച് നോക്കി. വേദപുസ്തകം മറിച്ച് നോക്കിയപ്പോൾ ആദ്യം പെട്ടെന്ന് കണ്ടത്
മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യമാണ്. അല്പം ഹാസ്യാത്മകമാണ്. നിങ്ങളെടുത്ത് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യം. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ഭയങ്കരം. അന്നേരം കിട്ടുന്ന അങ്ങനെയാണ്. വെള്ളിക്കാശ് ഇസ്കരിയോത്ത യൂദായുടെ കാര്യമാണ്. വെള്ളിക്കാശ് മന്ദിരത്തിലേക്ക് എറിഞ്ഞു, കെട്ടി ഞാൻ ചത്തു കളഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ആത്മഹത്യയാണോ വേണ്ടത്? സംശയമായി. അപ്പം ഇനി അതിൽ കൃത്യമായിട്ട് ഒന്നുകൂടി കൃത്യപ്പെടുത്തി നോക്കാം. വീണ്ടും വേദപുസ്തകം മറിച്ചു. ഞാൻ പറഞ്ഞല്ലോ അല്പം ഹാസ്യാത്മകമാണെന്ന്. വീണ്ടും ഒന്നുകൂടി മറിച്ചു. അപ്പോൾ കിട്ടുന്നത് ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യമാണ്. വായിച്ചേ. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. കഷ്ടം. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. എന്താ പറയുക? അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണ് പറയുന്നത്. കുഴഞ്ഞു. ഏതായാലും അത് മനസ്സ് വരുന്നില്ല. എന്നാൽ ഒന്നുകൂടി നോക്കാം. മൂന്നാമത് നോക്കിയെന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യം. അത് ഞാൻ ഹാസ്യാത്മകമാണെന്ന് പറയാൻ കാരണം ഇതങ്ങനെ നടന്നതാവണമെന്നില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആ ഒരു വിഡ്ഢിത്തം ഉണ്ട് അതിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. എന്താണ് പറയുക? നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായല്ലോ. ഈ ബൈബിൾ മറിച്ച് നോക്കിയിട്ട് അതിലെ വെച്ചുകൊണ്ടൊരു കാര്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുകയില്ല. സാധാരണ ചിരിക്കാൻ പാകത്തിനൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ഞാൻ അതിപ്പോൾ തൽക്കാലം വിടുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, നമ്മൾ അങ്ങനെയുള്ളതായ ഹ്യൂമൻ കാൽക്കുലേഷൻസ്, മാനുഷികമായ പരിഗണനകൾ അതെല്ലാം വിട്ടുകളയേണ്ടതാണ്. അതെല്ലാം മനുഷ്യബുദ്ധിയാണ്. അങ്ങനെയൊന്നും അല്ല നാം ഗൈഡൻസ് നോക്കേണ്ടത്. ഈ കാര്യം യഹോവയാൽ വരുന്നു എന്നെങ്ങനെ അറിയാം? നാം അറിയേണ്ടതല്ലേ? എങ്ങനെ അറിയാം ഈ കാര്യം യഹോവയാൽ വരുന്നു, ദൈവത്തിൻ്റെ നടത്തിപ്പാണിത് എന്നെങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എന്താണ് അതിൻ്റെ അർത്ഥം? നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. മഹത്വത്തിലേക്ക് കൈക്കൊള്ളപ്പെടുവാനുള്ള വാഞ്ചയും അതിനുള്ള സമർപ്പണവും നമുക്ക് ആദ്യം ഉണ്ടാകണം. പിന്നത്തേതിൽ അതാണ് നടക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആലോചന വേണമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള സമർപ്പണമുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള സമർപ്പണമുണ്ടോ? മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ചെല്ലാനുള്ള സമർപ്പണമുണ്ടോ? അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ തേജോമയമായ സിംഹാസനത്തിന് മുമ്പിൽ, കൃപാസനത്തിന് മുമ്പിൽ ചെല്ലുവാൻ അതിനുള്ളതായ ജീവിത വിശുദ്ധിയുണ്ടോ? അതിനുള്ളതായ തീരുമാനമുണ്ടോ? അതിന് തക്കവണ്ണം പാപത്തെ വിട്ട് ജീവിക്കുന്നുണ്ടോ? ആരാണ് ദൈവസന്നിധിയിൽ ചെല്ലുന്നത്? മഹത്വത്തിലേക്ക് കൈക്കൊള്ളപ്പെടുന്നത് ആരാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കാൻ അർഹനായ ആരാണ്? അക്കാര്യം നാം ചിന്തിക്കണം. അതിന് തക്കതുപോലെ ഞാൻ നിൽക്കുന്നുണ്ടോ? എൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ ജീവിതത്തിൻ്റെ ലാക്കെന്താണ്? ഞാനിങ്ങനെ മുന്നോട്ട് പോയാൽ, ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ എത്തിച്ചേരുമോ? ഒരു നാൾ ഞാൻ കണ്ണടഞ്ഞു കഴിഞ്ഞിട്ട്, മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ പോകുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായോ? ക്രിസ്തു എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി വന്നുവോ? ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ എന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ തീരുമാനിച്ചുവോ? അതോ ഞാനിന്നും ലോകത്തിൻ്റെ ഒരു അടിമയാണോ? പണം സമ്പാദിക്കണം, സമ്പത്ത് സമ്പാദിക്കണം, എനിക്ക് ലോകത്ത് നേടിയതും പോരാ എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണോ ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്? എനിക്കിന്നും പല ന്യായീകരണങ്ങളാണ് ഉള്ളത്. അനേകം കാര്യങ്ങൾ ചിന്തിക്കണം. ആലോചനയാൽ നടത്തണമെങ്കിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളപ്പെടുവാനുള്ളതായ അർഹത സമ്പാദിക്കണം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം നമ്മെ നടത്തും. ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് തരും. നേരോട് നടക്കുന്നവർക്ക് അവരൊരു നന്മയും മുടക്കുകയില്ല. നേരോട് നടക്കാനുള്ള തീരുമാനമുണ്ടോ? നന്മകൾ നമ്മുടെ പിറകെ വരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കാനായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എൻ്റെ പിറകെ വരും. നന്മ, ദൈവത്തിൻ്റെ നന്മയാണോ എൻ്റെ ലക്ഷ്യം? ആത്യന്തിക നന്മയാണോ എൻ്റെ ലാക്ക്? ദൈവ നടത്തിപ്പ് എനിക്ക് എന്തിന് കിട്ടണം?
പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കൂ. മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. ദൈവത്തിൻ്റെ രാജ്യവും നീതിയുമാണോ ഞാൻ അന്വേഷിക്കുന്നത്? എനിക്ക് ദൈവം ആലോചന പറഞ്ഞു തരാൻ തക്കവണ്ണം ഞാൻ യോഗ്യതയുള്ളവനായോ? ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എന്നെ നടത്തുവാൻ തക്കവണ്ണം ഞാൻ അർഹത നേടിയോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണോ? ഞാൻ ദൈവത്തിൻ്റെ മകളാണോ? മക്കളെയല്ലേ അപ്പൻ നടത്തുന്നത്? അന്യനെ അപ്പൻ നടത്താൻ പോവുകയില്ലല്ലോ. സ്വർഗത്തിലെ അപ്പൻ്റെ മകനായി തീർന്നോ, മകളായി തീർന്നുവോ? അപ്പൻ്റെ മകനായി തീർന്നെങ്കിൽ അപ്പൻ്റെ ഛായ ഉണ്ടായിരിക്കും. എനിക്ക് സ്വർഗത്തിലെ അപ്പൻ്റെ ഛായയുണ്ടോ? അപ്പൻ്റെ മകളായി തീർന്നെങ്കിൽ അപ്പൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും. എനിക്ക് അപ്പൻ്റെ സ്വഭാവമുണ്ടോ? ഞാൻ ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണോ? ഇങ്ങനെ നാം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ, ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പടിക്കെട്ടിൽ പോലും ഞാൻ എത്തിയിട്ടില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിൻ്റെ വാതിൽപ്പടിയിൽ പോലും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ അങ്ങ് അരികത്ത് പോലും എത്തിയിട്ടില്ല. ഞാൻ ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ 5 അയൽവക്കത്ത് പോലും എത്തിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവസന്നിധിയിൽ ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനായ ഹൃദയം തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പാൻ നിങ്ങൾ തുടങ്ങുമോ? മുൻപേ ക്രിസ്തു, അത് കഴിഞ്ഞ് മറ്റൊരു കാര്യമുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? എങ്കിൽ ദൈവം നിങ്ങളെ നേർനിലത്തിൽ നടത്തും. നേർനിലത്തിൽ നടത്തണമേ എന്ന് ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. ശുഭകരമായി നടപ്പാൻ അവൻ അഭ്യസിപ്പിക്കുമെന്നാണ് ദാവീദ് പറഞ്ഞത്. ശുഭകരമായി നടപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുമെന്ന്, നേർനിലത്തിൽ അവൻ നടത്തുമെന്ന്, ചൊവ്വയുള്ള വഴിയിൽ നടത്തുമെന്ന്, നേരായ വഴിയിൽ നടത്തുമെന്ന്, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു പോകാതെ പോകേണ്ട വഴിയിൽ കൂടി തന്നെ ദൈവം നമ്മെ നടത്തും. ആരും സംശയിക്കേണ്ട. ജീവിതം മുഴുവനായി ക്രിസ്തുവിന് കൊടുത്തെങ്കിൽ, ജീവിതം മുഴുവനായി രക്ഷകൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്തെങ്കിൽ, ക്രൂസിൽ മരിച്ച രക്ഷകൻ്റെ പാദപീഠത്തിങ്കൽ ആയുസ് മുഴുവനായി ഏൽപ്പിച്ചെങ്കിൽ അവൻ നിങ്ങളെ നടത്തും. അവന് തെറ്റ് പറ്റുകയില്ല. അവൻ നിങ്ങളെ നയിക്കും. അവൻ നിങ്ങളെ പരിപാലിക്കും. നിങ്ങളെ നേർനിലത്തിൽ കൂടി നടത്തും. അവൻ്റെ ആലോചനയാൽ നിങ്ങളെ നടത്തും. മഹത്വത്തിലേക്ക് ഒടുവിൽ നമ്മെ കൈക്കൊള്ളുകയും ചെയ്യും. ഈ ഭാഗ്യം കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് നടത്തി പറഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമാണ് പ്രിയരെ. ഈ കാര്യം യഹോവയാൽ വരുന്നു എന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം നടത്തി തരുന്നതിന് ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി, ക്രിസ്തുവിനെ നിങ്ങളുടെ കേന്ദ്രത്തിൽ നിങ്ങൾ കൈക്കൊള്ളുക. ക്രിസ്തുവിനെ നിങ്ങൾ അധിപതിയായി സ്വീകരിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുക. ക്രിസ്തു ക്രൂസിൽ മരിച്ച ആ രക്ഷ നിങ്ങൾ സ്വായത്തമാക്കുക. ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൾ പ്രാപിക്കുക. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിക്കുക. ക്രിസ്തു തരുന്നതായ പാപക്ഷമ അനുഭവിക്കുക. ക്രിസ്തു തരുന്ന നിത്യജീവൻ അനുഭവിക്കുക. ഓരോ ചുവടുവെപ്പിലും ദൈവഹിതം അന്വേഷിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരിഹിതം അറിഞ്ഞ് നടപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. തിരിഹിതപ്രകാരം മാത്രം ഓരോ ചുവടുവെപ്പും നിയന്ത്രിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയമിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ. നാഥ, പുണ്യകരങ്ങളിലേക്ക് ഞങ്ങൾ സകലം ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.